എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ സെറ്റ് എന്താണ് എന്നുള്ളതും സെറ്റിൻ്റെ ഡെഫിനിഷൻസ്, സെറ്റിൻ്റെ എക്സാമ്പിൾസ്, എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എപ്പോഴാണ് സെറ്റ് ആവുക എന്നുള്ളതും എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എപ്പോഴാണ് സെറ്റ് ആവാതിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇനി കുറച്ച് നൊട്ടേഷൻസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ പറയുന്നത്, എപ്പോഴും ഒരു സെറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എക്സെട്ര. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി, സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി. സപ്പോസ് ദാറ്റ് എ ഈസ് എ സെറ്റ് 1, 2, 3, 4. We have a set which contains the elements 1, 2, 3 and 4. Then നമുക്കൊരു കാര്യം അറിയാം, 1 എന്ന് പറയുന്ന മെമ്പർ, 1 എന്ന് പറയുന്ന നമ്പർ എ എന്ന് പറയുന്ന സെറ്റിലുള്ള മെമ്പറാണ്, ഒരു മെമ്പറാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, 1 belongs to എ. ഈ സിമ്പിളിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യണത്, ഈ സിമ്പിൾ നമ്മൾ പറയൽ ബിലോങ്സ് ടു എന്നാണ്. അതായത് എ മെമ്പർ 1 ഈസ് ഇൻ എ, അതായത് 1 belongs to എ. സിമിലർലി 2 എന്ന് പറയുന്ന മെമ്പറും എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻ്റാണ്. അതുകൊണ്ട് നമുക്ക് 2 belongs to എ എന്ന് പറയാം. സിമിലർലി 3 belongs to എ എക്സെട്ര, അങ്ങനെ പറയാം. പക്ഷേ -1 എന്ന് പറയുന്ന മെമ്പർ എ എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ 1 നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറയാം, 0 നോട്ട് ബിലോങ്സ് ടു എ, 5 നോട്ട് ബിലോങ്സ് ടു എ. ഇതാണ് ഒരു മെമ്പർ സെറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാനുള്ള നൊട്ടേഷനാണ് ഈ സിമ്പിൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, ഇനി അടുത്തത്, നമുക്ക് ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേരാണ് റോസ്റ്റർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരാണ് സെറ്റ് ബിൽഡർ മെത്തേഡ്. അതിൽ രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. നോക്കൂ, ഞാനൊരു സെറ്റ് എഴുതി, സെറ്റ് 1, 2, 3, 4, 5. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4, 5. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന്, ഞാനിപ്പോൾ എഴുതിയ രീതി തന്നെ, ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാ മെമ്പേഴ്സിനെയും അങ്ങോട്ട് എഴുതി, എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5 എന്നങ്ങ് എഴുതി. ഈ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണെന്ത്, റോസ്റ്റർ മെത്തേഡ്. ഈ സെയിം സെറ്റിനെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സെയിം സെറ്റ് തന്നെ ഞാൻ എഴുതുന്നത് നോക്കൂ. സപ്പോസ് ദാറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം എന്താ പറഞ്ഞത്, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം. ആ എക്സിൻ്റെ പ്രത്യേകതയാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, മാത്രമല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. നമുക്കറിയാം സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എക്സെട്ര. ഇതാണ് സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നോക്ക്, എ എന്ന് പറയുന്ന സെറ്റ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എക്സ് ആയിരിക്കണം. എക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സ് എന്തിനേക്കാളും ചെറുതായിരിക്കണം, 5-നേക്കാളും ചെറുതായിരിക്കണം. അതായത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ 5-ന് താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, അതായത് 1, 2, 3, 4, 5. അപ്പോൾ നോക്ക്, ഈ സെയിം സെറ്റിന് തന്നെ, എ എന്ന് പറയുന്ന ഈ സെയിം സെറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത്, ഒന്നാമത്തെ രീതിയിൽ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ട് എഴുതി. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നാണ്. ഇപ്പോൾ ഏതൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ സെറ്റിനെ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇനി ഇതിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സപ്പോസ് ദാറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് x belongs to a natural number -1/2 less than or equal to x less than or equal to 10. -1/2 less than or equal to x less than or equal to 10. Then find its set builder form. Then find
roster, find its roster form. അപ്പോൾ എന്താണ് സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എന്ത് നോക്കൂ, എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് -1/2-നും 10-നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ എന്തെല്ലാം ഉണ്ടാവും, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ ഇൻഫിനിറ്റി വരെ, 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ -1/2-നേക്കാളും വലിയ നാച്ചുറൽ നമ്പർ എക്സ് ആയിരിക്കണം. അപ്പോൾ എക്സിൽ എന്തുണ്ടാവും, എക്സ് എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എക്സെട്ര 10 വരെ ആവാം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലെഴുതി അതിൻ്റെ റോസ്റ്റർ ഫോമാണെന്ത്, കേളി ബ്രാക്കറ്റിൽ 1, 2, 3, 4, 5 എക്സെട്ര 10, അതായത് -1/2-ൻ്റെയും 10-ൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, അതാണെന്ത് സെറ്റ് എ എന്ന് പറയുന്നത്. ഇനി 2 എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ റോസ്റ്റർ മെത്തേഡും സെറ്റ് ബിൽഡർ മെത്തേഡും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നോക്കൂ, എക്സാമ്പിൾ 1 പറയുന്നത് റൈറ്റ് ദ സെറ്റ് എ ഈക്വൽ ടു, എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 4, 9, 16, 25 എക്സെട്ര ഈ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് ഈ തന്ന സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് എന്ന് പറയുന്ന മെമ്പർ എയിലുണ്ട്. ആ എക്സിൻ്റെ പ്രത്യേകതകളാണ് ഇനി എഴുതേണ്ടത്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1-ൻ്റെ സ്ക്വയറാണ്, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 2-ൻ്റെ സ്ക്വയറാണ്, തേർഡ് നമ്പർ എന്ന് പറയുന്നത് 3-ൻ്റെ സ്ക്വയറാണ്, 16 എന്ന് പറയുന്നത് 4-ൻ്റെ സ്ക്വയറാണ്, എക്സെട്ര. അപ്പോൾ നമുക്കിത് സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്, എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എക്സ് ആയിരിക്കണം. ആ എക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം. ഇവിടെ കണ്ടത് എന്ന് പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് ഇതിലുള്ളത്. 1-ൻ്റെ സ്ക്വയർ, 2-ൻ്റെ സ്ക്വയർ, 3-ൻ്റെ സ്ക്വയർ, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് സെയിം സെറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് സെറ്റും എംപ്റ്റി സെറ്റുമാണ്. ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്കൂളിലെ +1 വിദ്യാർത്ഥികളുടെ, സപ്പോസ് ദാറ്റ് എ ഈസ് ദ സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് ഒരു പെർട്ടിക്കുലർ സ്കൂളിലുള്ള +1 വിദ്യാർത്ഥികളുടെ കളക്ഷനാണ്. +1 വിദ്യാർത്ഥികളാണ് ആ സെറ്റിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സ്കൂളിൽ പോയിട്ട് ആ ക്ലാസ്സിൽ പോയിട്ട് ആ +1 ക്ലാസ്സിൽ പോയിട്ട് ആ കുട്ടികളെ നമ്പർ കൗണ്ട് ചെയ്താൽ നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ 70 ആയിരിക്കും, ചിലപ്പോൾ 60 ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ നമ്പർ ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ എന്ത് പറയും, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ എന്താ പറയും, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് എ സെറ്റ് 1, 2, 3, 5, എ ഈസ് എ സെറ്റ് 1, 2, 3, 5. ഈ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്കറിയാം 4 മെമ്പേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റിന് നമുക്കെന്ത് പറയാം, ഫൈനൈറ്റ് സെറ്റാണെന്ന് പറയാം. കാരണം ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, 4 മെമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്കെന്ത് പറയാം, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ നോക്കും, എ ഈക്വൽ ടു 1, 3, 5, 7, 9 എക്സെട്ര. അപ്പോൾ ഈ സെറ്റിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് മെമ്പേഴ്സ് മാത്രമല്ല, ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റിന് നമ്മളെന്ത് പറയും, ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. ഈ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിയ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ 4 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഈ സെറ്റിന് നമ്മളെന്ത് പറയും, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അടുത്തത് നമ്മൾ എംപ്റ്റി സെറ്റാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണത്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഒരു പെർട്ടിക്കുലർ സ്കൂളിലുള്ള 10ാം ക്ലാസ്സിലും 12ലും പഠിക്കുന്ന ഞാൻ എ എന്ന് പറയുന്ന സെറ്റിലിൻ്റെ ഉള്ളിൽ
ഈ ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ 10th-ലും 12th-ലും പഠിക്കുന്ന 10th-ലും പഠിക്കുന്ന ആൾ 12th-ലും പഠിക്കുന്ന ആൾ ആ രണ്ട് സ്റ്റുഡൻസ് ആ രണ്ട് ക്ലാസ്സിലും ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളെ ഞാൻ എ എന്ന് പറയുന്ന സെറ്റിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ആ പെർട്ടിക്കുലർ സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10th ക്ലാസ്സിലും 12th-ലും 10th-ലും 12th-ലും പഠിക്കുന്ന ഒരു കുട്ടി പോലും ആ സെറ്റിൻ്റെ ഉള്ളിലുണ്ടാവില്ല. അതായത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ ഒരു മെമ്പേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ എന്ത് പറയും? എം ടി സെറ്റ് എന്ന് പറയും. എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യൽ ഇങ്ങനെയാണ്, ഫൈനെ കൊണ്ടാണ് നമ്മൾ എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യൽ. അപ്പോൾ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്, ഒറ്റ പ്രത്യേകതയുള്ളൂ, ആ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു മെമ്പേഴ്സ് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെറ്റിന് നമ്മൾ എന്ത് പറയും? എം ടി സെറ്റ് എന്ന് പറയും. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. നമ്മളെ കയ്യിൽ രണ്ട് സെറ്റ്സ് ഉണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. നമ്മളെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെറ്റും ഈക്വലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും ബിയിലുണ്ടായിരിക്കണം, ബി എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും ഇവിടെ ഉണ്ടായിരിക്കണം, എയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? എ എന്ന് പറയുന്ന സെറ്റ് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ബി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സെറ്റ് എഴുതി, സപ്പോസ് ദാറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് എഴുതി. ബി എന്ന് പറയുന്ന സെറ്റിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കെന്ന് പറയാം. നോക്ക്, ആദ്യത്തെ സെറ്റിലുള്ള മെമ്പേഴ്സ് എന്തൊക്കെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം, എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. അപ്പോൾ നോക്ക്, ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. അതുപോലെ തന്നെ ബിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും എവിടെയുണ്ട്? എ ഉണ്ട്. അതുകൊണ്ട് നമുക്കെന്ന് പറയാം ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ബി. ആ സമയത്ത് നമുക്കെന്ന് പറയാം എ എന്ന് പറയുന്ന സെറ്റ് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ബി. അങ്ങനെ നൊട്ടേഷൻ സാധാരണ രീതിയിൽ തന്നെ എ ഈക്വൽ ടു ബി എന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സെറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4. ബി എന്ന് പറയുന്ന സെറ്റ് 3, 1, 4, 2. ഇവിടെ നോക്ക്, എ എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും ബിയിലുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും എന്തുണ്ട്? എയിലുണ്ട്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ബി. ഇനി നോക്കുക, വേറെ എക്സാമ്പിൾ നോക്കാം. എ ഈസ് എ സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ്. നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പേഴ്സാണ്. എന്താണ് പ്രൈം നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ? ഒരു നമ്പർ n എന്ന് പറയുന്ന നമ്പർ പ്രൈം ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിവേഴ്സേഴ്സ് ആയിട്ട് 1ഉം n-ഉം മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, 10 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവേഴ്സേഴ്സാണ് 1, 2, 5, 10. എന്തുകൊണ്ടാണ് 1, 2, 5, 10ൻ്റെ ഡിവേഴ്സർ ആവാൻ കാരണം 10 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു എന്താണ്? 10 ആണ്. 10 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്താണ്? 5 ആണ്. 10 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു എന്താണ്? 2 ആണ്. 10 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്കെന്ന് പറയാം 1, 2, 5, 10 എല്ലാം എന്തിൻ്റെ ഡിവൈസസ് ആണ്? 10ൻ്റെ ഡിവൈസസ് ആണ്. 3 ഒരിക്കലും 10ൻ്റെ ഡിവൈസർ അല്ല. കാരണം എന്താണ്? 10 ഡിവൈഡ് ബൈ 3 എന്ത് കിട്ടുന്നില്ല? ഒരു ഇൻഡിജർ കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം. 10ൻ്റെ ഡിവൈസർ 1, 2, 5, 10 ആവാനുള്ള കാരണം 10നെ ഈ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു ഇൻഡിജർ കിട്ടണം. ഇൻഡിജർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ നമ്പേഴ്സ് എല്ലാം എന്താവുള്ളൂ? ഡിവൈസേഴ്സ് ആവുള്ളൂ. ഇവിടെ ഈ 1, 2, 5, 10 എല്ലാം എന്തിൻ്റെ ഡിവൈസസ് ആണ്? 10ൻ്റെ ഡിവൈസസ് ആണ്. തിരിച്ച് 3 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും 10ൻ്റെ ഡിവൈസർ ആവില്ല. കാരണം 10 ഡിവൈഡ് ബൈ 3 നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഇൻഡിജർ കിട്ടില്ല. 3.333 ആ നമ്പർ ആയിരിക്കും. ഒരിക്കലും ഇതെന്തല്ല ഇൻഡിജർ അല്ല. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിവൈസറായിട്ട് 1ഉം n-ഉം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവൈസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് 2 എന്തായി, പ്രൈം നമ്പറായി. സിമിലർലി 3 എന്ന് പറയുന്ന നമ്പറും പ്രൈം നമ്പറാണ്. കാരണം 3യുടെ ഡിവൈസറായിട്ട് വരുന്നത് 1ഉം 3യും മാത്രമേ എന്തിൻ്റെ ഡിവൈസറായിട്ട് വരുള്ളൂ, 3യുടെ ഡിവൈസറായിട്ട് വരുള്ളൂ. 2 എന്ന് പറയുന്ന നമ്പർ എന്തിൻ്റെ ഡിവൈസറല്ല, 3യുടെ ഡിവൈസറല്ല. കാരണം 3/2 എന്തല്ല, ഇൻഡിജറല്ല, 1.5 ആണ്. അതെന്തല്ല, ഇൻഡിജറല്ല. അപ്പോൾ 3 പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്, 4 പ്രൈം നമ്പറല്ല. കാരണം 4ൻ്റെ ഡിവൈസറായിട്ട് വരുന്നത് 1 ഡിവൈസറാണ്, 4 ഡിവൈസറാണ്. അഡീഷണലായിട്ട് 2 എന്താണ്, ഡിവൈസറാണ്. അപ്പോൾ 4 എന്തല്ല, പ്രൈം നമ്പറല്ല. 5 പ്രൈം നമ്പറാണ്. കാരണം എന്താണ്, 1 ഡിവൈസറാണ്, 5 ഡിവൈസറാണ്. വേറെ ഒരു നമ്പറും 5ൻ്റെ ഡിവൈസറായിട്ട് വരില്ല. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 ഇതാണ് എന്ത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്ത് എ ബി ദ സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 6. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ എന്താണ്, സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. ഇനി ഞാൻ ബി എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്ത് ബി എന്ന് പറയുന്ന സെറ്റ് 2, 3, 5. ഇനി ഈ രണ്ട് സെറ്റും ഈക്വൽ ആണോ നോക്കുക. ഇവിടെ നോക്കുക, ഒന്നാമത്തെ സെറ്റിൽ സെറ്റ് ഓഫ് ആൾ പ്രൈം നമ്പർ ആയിരിക്കണം. എൻ്റെ ഉള്ളിലുള്ളത് പ്രൈം നമ്പർ ആയിരിക്കണം. എന്തിനേക്കാളും ചെറുതായിരിക്കണം, 6നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും. അപ്പോൾ നമുക്കെന്ത് പറയാം, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണെന്ന് പറയാം. കാരണം ബിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്, എയിലുണ്ട്. എയിലുള്ള മുഴുവൻ മെമ്പേഴ്സും എവിടെയുണ്ട്, ബിയിലുണ്ട്. ദെർഫോർ ദ 2 സെറ്റ്സ് എ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ബി. ഇനി ഞാൻ പറയാൻ പോകുന്നത് സബ്സെറ്റ്. അപ്പോൾ 2 സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എ എന്ന് പറയുന്ന സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, യുടെ നൊട്ടേഷൻ എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നൊട്ടേഷൻ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് ബി ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള മുഴുവൻ മെമ്പേഴ്സും ബിയിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. every elements in A is also a member of B, then we can say that the set A is a subset of B. For example, A എന്ന് പറയുന്ന സെറ്റിൽ ഞാൻ സെറ്റ് 1, 2, 3, 4, 5 എഴുതി. ബി എന്ന് പറയുന്ന സെറ്റിന് ഞാൻ 1, 2, 3, 4, 5 എക്സെട്ര, സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇൻ ദിസ് ടൈം വി ക്യാൻ സേ ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം എ എന്ന് പറയുന്ന സെറ്റിലുള്ള മുഴുവൻ മെമ്പേഴ്സും ബി എന്ന് പറയുന്ന സെറ്റിലും കൂടെ ഉണ്ട്. Therefore we can say that a subset of B. One more example. Suppose that A equal to 1, 2, 3 and the set B equal to 2, 3, 4, 5. ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയാനും വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. അപ്പോൾ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി പറയാൻ കാരണം എയിലുള്ള മുഴുവൻ മെമ്പേഴ്സും എവിടെ ഇല്ല, ബിയിലില്ല. അതുകൊണ്ട് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പോൾ പറഞ്ഞ സബ്സെറ്റിൻ്റെ ഡെഫിനിഷനിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നോക്കൂ, നമ്മളെ കയ്യിൽ ഒരു 2 സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള മുഴുവൻ മെമ്പേഴ്സും എവിടെ ഉണ്ടായിരിക്കും, ബിയിലുണ്ടായിരിക്കും. ഇനി തിരിച്ചുമുണ്ട്, ബി സബ്സെറ്റ് ഓഫ് എയു ആണ്. ബിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും എയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്കെന്ത് പറയാം, എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, നമ്മുടെ കയ്യിൽ 2 സെറ്റുണ്ട്. എ എന്ന് പറയുന്ന സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ തീർച്ചയായിട്ടും ദ സെറ്റ് എ ഈക്വൽ ടു ബി ആയിരിക്കും. കാരണം എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ തന്നെ എയിലുള്ള മുഴുവൻ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്, ബിയിലുണ്ട്. ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ബിയിലുള്ള മുഴുവൻ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്, എയിലുണ്ട്. ഇൻ ദിസ് ടൈം വി ക്യാൻ സേ ദാറ്റ് ദ സെറ്റ് എ ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ ഒരു 2 സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്നും കൂടെ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും.
നമുക്ക് കുറച്ച് ബേസിക്സ് എക്സാമ്പിൾസ്, സ്റ്റാൻഡേർഡ് സെറ്റിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നമുക്കറിയാം. അതായത് സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് 1, 2, 3, 4 എക്സെട്ര. ഈ സെറ്റിനെ നമ്മൾ പറയാം സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 0 ഉണ്ടാവും, +or-1 ഉണ്ടാവും, +or-2 ഉണ്ടാവും, +or-3 ഉണ്ടാവും എക്സെട്ര. ഇതാണ് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും, പിയും ക്യൂവും എന്തായിരിക്കണം? ഇൻഡിജർ ആയിരിക്കണം. Q ≠ 0 ആയിരിക്കണം. ഇനി സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ് ദ യൂണിയൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇവിടെ നോക്കുക, ആദ്യത്തെ 3 സെറ്റ് നോക്കുക. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. ഇവിടെ നോക്കുക, സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സിലുള്ള മുഴുവൻ എലമെൻസും എവിടെ ഉണ്ട്? സെറ്റ് ഓഫ് ആൾ ഇൻഡിജറിലുണ്ട്. കാരണം ഇൻഡിജറിൽ 0 ഉണ്ട്, +or-1 +1 ഉണ്ട്, -1 ഉണ്ട്. അപ്പോൾ +1 ഉണ്ട്. സിമിലർലി +2 ഉണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് എക്സെട്ര എല്ലാ മെമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ട് സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ്. ഇനി നമുക്ക് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 0 ഉണ്ട്, +or-1 ഉണ്ട്, +or-2 ഉണ്ട് എക്സെട്ര. ഇതെല്ലാം സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിലുള്ള മെമ്പേഴ്സാണ്. 0നെ നമുക്ക് 0/1 എഴുതാം, 0/1 എഴുതാം. അപ്പോൾ അതായത് നമ്മുടെ 0നെ നമ്മൾ P/Q ഫോമിൽ എഴുതി. ഈ P/Q ഫോമിലുള്ള എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ 0 ഉണ്ട്. അപ്പോൾ 0 റാഷണൽ നമ്പറാണ്. 1 +or-1 റാഷണൽ നമ്പറാണ്. കാരണം +or-1നെ നമുക്ക് എങ്ങനെ എഴുതാം? +or-1/1 എഴുതാം. അതായത് P/Q ഫോമിൽ എഴുതി. +or-2നെ നമുക്ക് എങ്ങനെ എഴുതാം? +or-2/1 എഴുതാം. അതായത് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിലുള്ള മുഴുവൻ മെമ്പേഴ്സോട് എന്തും കൂടെയാണ്? സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സും കൂടെയാണ്. ഇനി സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി എങ്ങനെ ഡിഫൈൻ ചെയ്ത്? സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ റാഷണൽ നമ്പേഴ്സും വേണം, എല്ലാ ഇറാഷണൽ നമ്പേഴ്സും വേണം. അപ്പോൾ എല്ലാ റാഷണൽ നമ്പേഴ്സും അവിടെ ഉണ്ടാവും, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. ഇങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം.